ഇനി എൻ രാമചന്ദ്രൻ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വം, രാഷ്ട്രീയ ഭരണ നേതൃത്വം അവിടെയുണ്ട്. അർഹിക്കുന്ന അത് നമ്മുടെ കേരളത്തിൻ്റെ നഷ്ടമാണ്. അവിടെയുണ്ട് പഹൽഗാമിൻ്റെ കൊടിയ വേദനയിൽ നമ്മുടെ കേരളത്തിൻ്റെ പങ്ക് വേദനയാണ് ഈ വേദന. ഈ പറയുന്ന രീതിയിൽ നേരത്തെ ഹിമാൻഷുവിൻ്റെയും നർവാളുടെയും കാര്യം പറഞ്ഞതുപോലെ ഭാര്യയുടെ മുന്നിലൊക്കെ വെച്ച് മകളുടെ മുന്നിലൊക്കെ വെച്ച് കൊല ചെയ്യപ്പെട്ടതാണ്. ട്രോമയാണ്, വലിയ വേദനയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ മൃതദേഹം വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേറ്റത്. രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീല രാമചന്ദ്രൻ, മകൾ അമ്മുവിൻ്റെ 2 ഇരട്ടക്കുട്ടികൾ അടക്കം അവിടെ ഉണ്ടായിരുന്നു. അതിൽ രാമചന്ദ്രന് ജീവഹാനി സംഭവിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് കശ്മീരിലേക്ക് എത്തിയത് രാമചന്ദ്രൻ. മകൾ അമ്മുവാണ് മരണവിവരം നാട്ടിലേക്ക് അറിയിച്ചത്. ഒരു വലിയ ജനാരവം അവിടെയുണ്ട്. ഒരു നാടിൻ്റെ ആദരം എന്നുള്ള നിലയ്ക്ക് വലിയ ജനാരവം അവിടെയുണ്ട്. രാമചന്ദ്രൻ അമർ രഹേ എന്ന മുദ്രാവാക്യം. രാമചന്ദ്രൻ ഉറപ്പായും ഈ പറയുന്ന 29 പേരും അവർ ചെയ്ത കുറ്റം ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി എന്ന കുറ്റമാണെങ്കിൽ അവർ ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ്. അവർ രക്തസാക്ഷികളാണ്. അതിലൊരു രക്തസാക്ഷിയുടെ മൃതദേഹം എത്തിയിരിക്കുന്നു വിമാനത്താവളത്തിലേക്ക്. വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവിടെ എത്തിവെച്ച് ആദരം അർപ്പിക്കലടക്കം നടക്കുന്നുണ്ട്. സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദ്, ഹൈബിയുടെ എം പിയുണ്ട്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെയുണ്ട്, രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുണ്ട്. സർക്കാരിന് വേണ്ടി ആദരമർപ്പിക്കുന്ന മന്ത്രി പി പ്രസാദാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നെടുമ്പാശ്ശേരിയിൽ ഒരു ക്രിസ്ത പൊതുദർശനം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാമചന്ദ്രൻ്റെ കുടുംബം അവിടെ സുരക്ഷിതമാണ്. നേരിട്ട് മലയാളി അല്ലെങ്കിൽ കൂടിയും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശി നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. നമ്മൾ കണ്ട ഒരുപക്ഷെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ വേദനാചിത്രം വിനയ് നർവാളിൻ്റെയും ഭാര്യയുടെയും ചിത്രമാണ്. അവിടെ ഭർത്താവിൻ്റെ അരികിൽ നിസ്സഹായായി നിരാലംബയായിരിക്കുന്ന ഹിമാൻഷുവിൻ്റെ ചിത്രം. 6 നാൾ മുമ്പാണ് വിനയുടെ വിവാഹം. അങ്ങനെ കുറേയധികം വേദനകൾ കൂടി പറയാനുണ്ട് ഈ ഭീകരാക്രമണത്തിന്, ഈ തീവ്രവാദി ആക്രമണത്തിന്. രാമചന്ദ്രൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടപ്പള്ളിയിലെ വീട്ടിലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്.